ദൈവം അൽഫയും ഒമേഗയുമാണ്. ഗ്രീക്ക് പദത്തിൻ്റെ ആദ്യ അവസാന അക്ഷരങ്ങളാണിവ. അതിൻ്റെ അർത്ഥം ആരംഭവും അവസാനവും എന്നാണ്. യേശുക്രിസ്തു ഈ പേരിൽ തന്നെ വെളിപ്പെടുത്തുന്നു. ദൈവം നിത്യദൈവമാണ്. വെളിപ്പാട് 1:8 പറയുന്നു, ഞാൻ അൽഫയും ഒമേഗയും ആകുന്നു, ഉള്ളവനും ആയിരുന്നവനും വരുവാനുള്ളവനുമായ സർവശക്തനായ കർത്താവായ ദൈവം പറയുന്നു. വെളിപ്പാടിൻ്റെ 21:6 പറയുന്നു, ഞാൻ അൽഫയും ഒമേഗയുമാകുന്നു, ആരംഭവും അവസാനവും. ദാഹിക്കുന്നവർക്ക് ഞാൻ ജീവജലത്തിൻ്റെ ഉറവ സൗജന്യമായി നൽകും. വെളിപ്പാട് പുസ്തകം 22:13 പറയുന്നു, ഞാൻ അൽഫയും ഒമേഗയുമാകുന്നു, ആദ്യനും അവസാനവും, ആരംഭവും അവസാനവുമാകുന്നു. ഇത് കാണിക്കുന്നത് ദൈവം മാത്രമാണ് നിത്യൻ എന്നാണ്. അവൻ എല്ലാറ്റിൻ്റെയും ആരംഭവും അവസാനവുമാണ്. ആവർത്തനം 33:27 പറയുന്നു, നിത്യദൈവം നിങ്ങളുടെ സങ്കേതം. സങ്കീർത്തനം 90:2 പറയുന്നു, ദൈവമേ നീ നിത്യത മുതൽ നിത്യത വരെ. യിരെമ്യാവ് 10:10 പറയുന്നു, യഹോവ സത്യദൈവമാകുന്നു, അവൻ ജീവനുള്ള ദൈവവും നിത്യരാജാവുമാകുന്നു. യെശയ്യാ 40:28 പറയുന്നു, നിനക്കറിയില്ലയോ, നീ കേട്ടിട്ടില്ലയോ, യഹോവ നിത്യദൈവമാണ്, സർവഭൂമിയുടെയും സൃഷ്ടാവാണ്. റോമർ 16:26 പറയുന്നു, ദൈവത്തിൻ്റെ കൽപ്പനയാൽ സകല ജാതികൾക്കും വെളിപ്പെടുത്തിയിരിക്കുന്നു. 2 കൊരിന്ത്യർ 4:18 പറയുന്നു, കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. യോഹന്നാൻ 3:16 പറയുന്നു, അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കും. അതുകൊണ്ട് നാം വെറും പാരമ്പര്യങ്ങളിലോ ആചാരങ്ങളിലോ വിശ്വസിക്കരുത്, മറിച്ച് നിത്യനും നമുക്ക് നിത്യജീവൻ നൽകുന്നവനുമായ ജീവനുള്ള ദൈവത്തിൽ വിശ്വസിക്കാം. യേശുക്രിസ്തു നിത്യമാർഗവും നിത്യസത്യവും നിത്യജീവനുമാണ്. ദൈവം നിങ്ങളേവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നന്ദി.